ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം എന്താ കണ്ടില്ലേ, റബ്ബറെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും മഴ മിക്കവാറും പെയ്യാനെല്ലാം എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ ദിവസം കൂടിയാണ് നമ്മളിന്ന് വെട്ടാൻ വേണ്ടി വന്നത്. കാരണം മഴ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം വെട്ടുന്നൊന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്കിനും ഇന്നൊരു ദിവസം മഴ ഇച്ചിരി കുറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും ഇന്നിപ്പം വൈകുന്നേരം ആയപ്പം പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്കെന്നാൽ അതിൻ്റെ കറ എടുക്കാമെന്ന് ഓർത്താൽ. അപ്പോഴത്തേക്കിനും കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു, കറ എടുക്കുന്നതോടൊന്ന് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്നിപ്പം അത് കാരണം ടാപ്പിങ് ചെയ്തൊന്നിപ്പം നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പം ഇന്നിപ്പോൾ ആ ചിരട്ടപ്പാൽ എടുക്കുന്ന വീഡിയോസ് എടുക്കാമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ആ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കെന്നാൽ സമയം കളയണ്ട, പയ്യെ പരിപാടി തുടങ്ങിയേക്കാം. കറ മുഴുവനും ചിരട്ടയ്ക്കകത്ത് കണ്ടില്ല, നിറഞ്ഞ് തുളുമ്പി പൊയ്ക്കൊണ്ടിരിക്കുക. അത് കണ്ടില്ലേ, ചിരട്ട നിറഞ്ഞിട്ട് മുഴുവൻ നിലത്ത് വീണ് കിടക്കുക, നിലത്ത് മൊത്തം ഒലിച്ച് വീണ് കിടക്കുക. ഇതിപ്പോൾ നമ്മുടെ ഈ ചിരട്ട വലിയ ചിരട്ടയാണ്. ഈ ചിരട്ടയിൽ നമുക്ക് ഇതിനകത്ത് കൊള്ളത്തില്ല. ഇതിപ്പം ഷോർട്ട് റബ്ബർ ആയതുകൊണ്ട് നമ്മളിത് കണ്ടില്ലേ, മേളിലോട്ടൊക്കെ ഇങ്ങനെ ഇത്രയും കൂട്ടി വെട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ ചിരട്ടയ്ക്കകത്ത് കൊള്ളത്തില്ല. ചിരട്ട തുളുമ്പിയിട്ട് കാണുക മുഴുവനും നിലത്ത് വീണ് കിടക്കുക. അത് കാരണം വേസ്റ്റായിട്ട് പോകും, കുറേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാം അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ റബ്ബറൊക്കെ രാവിലെ നമ്മൾ വെട്ടി വെച്ചാണ്, ഒരു 10-11 മണിയായപ്പോൾ വെട്ടി വെച്ചാൽ. അത് കാരണം ഇതിപ്പം നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള റബ്ബറുകളൊക്കെ നമ്മൾ കുറച്ച് 1 മണിക്കൂർ മുമ്പെയാണ് നമ്മൾ വെട്ടിയത്. അത് കാരണം ഇതൊന്നും ഈ പറയുന്ന രീതി വലുതായിട്ട് നിറഞ്ഞിട്ടൊന്നുമില്ല, പകുതി ആയതേ ഉള്ളൂ. അത് കാരണം നമ്മളൊരു 10-20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പോഴേക്കും മഴ പെയ്യുമെന്നും അറിയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടാതെയാകും, മൊത്തം പോവും. ഇതിൻ്റെയൊക്കെ താണ്ടില്ലേ കുറേശ്ശെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ അവിടെ കുറച്ച് റബ്ബറിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് എടുത്തിട്ടും കാര്യമില്ല, മുഴുവൻ ഒന്നിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. അതല്ലേ ചിലതൊക്കെ ഇതുണ്ടല്ലേ, നമ്മൾ കണ്ടോ, ഇതുണ്ട് ഇത്രയും ലോങ്ങിൽ നിന്നാണ് നമ്മളിങ്ങനെ വെട്ടിയെടുത്ത് വരുന്നത്. കണ്ടില്ലേ, ഇത്രയും ലോങ്ങിൽ നിന്ന് ഇങ്ങനെ ഈ മരത്തെ കൂടെ തന്നെ ഒഴുകി വേണം വരാൻ. അപ്പോഴത്തേക്കിനും എന്താണ്ട് ഇതുപോലെ ചില പണി കിട്ടും. ഇതിപ്പോഴത്തേക്കിനും കണ്ടില്ലേ, ഇത് കണ്ടി ഈ ഒരു ഭാഗം കണ്ടോ, മുഴുവനും അതേന്ന് കണ്ടില്ലേ നേരെ വന്ന് നിലത്തോട്ടാണ് വീഴുന്നത്, നിലത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്കിപ്പോൾ കണ്ടതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് പട്ടയിലോട്ട് തന്നെ നമ്മളിപ്പം വിടാം. നമ്മൾ കണ്ടില്ല എങ്കിൽ നമ്മൾ ഇത്രയും മതി, മുഴുവനും ചിരട്ടയ്ക്കകത്ത് വീഴാതെ കൊണ്ട് മൊത്തം നിലത്തോട്ട് തന്നെ വീണ് പോകും. കാരണം അത് വീണ് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെട്ടി വെക്കുന്നത് വെറുതെ ആയിപ്പോവും. അതാണ് കുഴപ്പം. ഇതിപ്പം നമ്മളിപ്പം കണ്ടതുകൊണ്ട് നമ്മൾ വിട്ടു. ഇതെല്ലാം ഈ ചിരട്ടയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നിറഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പോഴും നല്ല കണ്ടോ, നല്ല പെട്ടെന്ന് വീണുകൊണ്ടിരിക്കുക. ഇത് നിറഞ്ഞാലേ നമുക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെട്ടിയത് വെറുതെ ആയിപ്പോവും. പിന്നെ വേറെ ചില പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിയ സമയത്ത് നേരെ വെച്ചിട്ട് പോയതാണ് ചിരട്ട. പക്ഷേ അത് ഭാരം കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭാരം കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ആ ചിരട്ടയ്ക്കകത്ത് നിന്ന് തന്നെ പിന്നെയും മറിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമതിപ്പോൾ ഇതിലെ വന്നത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അതെല്ലാം വേസ്റ്റായി പോകത്തേ ഉള്ളൂ പുറത്ത്. നമ്മളിന്ന് കുറച്ച് റബ്ബർ വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നിറഞ്ഞു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഇനി എടുത്താൽ മതി. ഇതിനകത്ത് ചില റബ്ബറിന് നല്ല കറയുള്ള റബ്ബറുകളുണ്ട്. ഇതൊക്കെ നല്ല കറയുള്ള, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നിറയുന്നത്. ഇത് ഇപ്പം തന്നെ മിക്കവാറും നിറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് മുമ്പ് വേണമെങ്കിൽ ഇത് നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. എന്തായാലും നമുക്ക് ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോസ് എങ്ങനെയെങ്കിലും എടുക്കാമെന്നുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഫോൺ വെച്ചിട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. എന്നാലും ശ്രമിച്ച് നോക്കട്ടെ, എങ്ങനെയാണ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഇപ്പം നമ്മളിപ്പം 10-20 മിനിറ്റോളം ആയി കേട്ടോ. ഇനിയിപ്പം നമ്മളിനിപ്പോൾ എടുക്കുമോ, ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കറയും പോവും. ഇപ്പം കറ എടുത്ത് തുടങ്ങുക. ഇതുണ്ടല്ലേ, എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിലത്തൊക്കെ വീഴുന്നതാണ്. അത് ആകുമ്പോഴത്തേക്കിനാണ്
ആ സാരമില്ല. ഇപ്പം പിന്നെയും കണ്ടില്ല, എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും നാണ്ട് പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അതിനിപ്പം അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് എടുക്കുക. നമ്മളിതിപ്പം ഈ കറ പൂക്കൊണ്ടിരിക്കുകയാണ്. എടുക്കുമ്പം ഇതിൻ്റെ ചുവട്ടിലോട്ട് ബക്കറ്റ് വെച്ചിട്ടെടുക്കാം. അതാകുമ്പോഴത്തേക്കിനും കുഴപ്പമില്ല, പോകത്തില്ല. ഇപ്പോൾ ഏറെക്കുറെ ഒരു 10 മരത്തിൻ്റെ കറ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ബക്കറ്റ് നിറയും. ഇപ്പം നല്ല കറയുള്ളുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഇപ്പോഴേക്കും നിറയും. കറയില്ലാത്ത സമയമാകുമ്പോഴത്തേക്കിനും ഇത്രയൊന്നും 10 മരത്തിൻ്റെ സ്ഥാനത്ത് 20 മരം വെട്ടിയാലേ നമുക്ക് ഒരു ബക്കറ്റ് കറ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം കറ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിറഞ്ഞോളൂ. നമ്മളിപ്പം ഏകദേശം കറയെല്ലാം നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബക്കറ്റ് കറ അവളിപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ ഈ കുറ്റിക്കകത്ത് കിടന്നാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയമൊക്കെ നിറച്ച് വന്നേക്കുന്ന കുറ്റിയായത്. അപ്പോഴത്തേക്കും ഇതിനകത്താണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് വെക്കുന്നത്. അപ്പം ഇത് തുറക്കുന്ന സാധനം ലിവറായത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്നത്. ഇതിനകത്തിപ്പം ഏകദേശം നിറച്ച് കറ ആയിട്ടുണ്ട്. ഒരു ബക്കറ്റ് കറയുടെ കൂടെ കുറവുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് അടച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് ഇളക്കി വെക്കണം. ഇത് മൊത്തത്തിൽ ഇളക്കി വെക്കണം. ഇളക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് മൊത്തത്തിൽ അതിനകത്തൊരു അമോണിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അമോണിയ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഇതിനകത്ത് ആഡ് ചെയ്ത് അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളത് ഇളക്കി വെച്ചില്ലെങ്കിൽ, കറ ഒഴിച്ചതിന് ശേഷം ഇളക്കി വെക്കണം. ഇളക്കി വെച്ചില്ലെങ്കിൽ നമ്മളത് സെറ്റ് ആകത്തില്ല, ഉറഞ്ഞു പോകും അതിനകത്തിരുന്ന്. അപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഇത് വെക്കണം. നമ്മളത് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാം. അത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടെ എടുക്കാനായിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.